ഭാഗമാണ് നിശ്ചല ജഡത്വം. അപ്പോൾ എന്താണ് നിശ്ചല ജഡത്വം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ പരീക്ഷണത്തിൽ കൂടി നമുക്ക് ചെയ്തു നോക്കാം. നിശ്ചല അവസ്ഥയിലിരുന്ന നാണയം അതേ സ്ഥാനത്ത് തന്നെ തുടരാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആ നാണയം ഗ്ലാസ്സിലേക്ക് വീണത്. അതായത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ ഒരു പ്രവണതയുണ്ട്. അതിനെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ അത് മനസ്സിലായോ? പരീക്ഷണം എന്താന്ന് മനസ്സിലായോ? വ്യക്തമായോ? ഇല്ല, പ്രയാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിദയ്ക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടൊന്ന് പറയാൻ കഴിയുക. ഏറ്റവും എളുപ്പത്തിൽ പരീക്ഷണമില്ലാതെ ഫിസിക്സിലെ ആശയങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെറുകഥകളിൽ കൂടി അവതരിപ്പിക്കാം. ചെറിയ കുട്ടിക്കഥകളിലൂടെ നമുക്ക് ഫിസിക്സിലെ ആശയങ്ങൾ വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഒരു കഥ ഞാൻ അവതരിപ്പിക്കാം. കഥയുടെ പേര് മുത്തശ്ശിയുടെ ബസ് യാത്ര. വർഷങ്ങൾക്ക് ശേഷമാണ് മുത്തശ്ശി ബസ്സിൽ കയറുന്നത്. ബസ് പോകാനായിട്ടില്ല. ഡ്രൈവർ തൊട്ടടുത്ത ചായക്കടയിൽ ചായ കുടിച്ചിരിക്കുന്നു. By using the QR code given in this book, Fida can hear the stories through mobile phone. ഹൈസ്കൂൾ വിഭാഗം ഊർജ്ജതന്ത്രം ലളിതവും രസകരവുമായി കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വ്യത്യസ്ത പഠന രീതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഊർജ്ജതന്ത്രം ഏറ്റവും രസകരമായ രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഈ പ്രവർത്തനങ്ങൾ സഹായകമാകുന്നു. എൻ്റെ മകൻ വീട്ടിൽ വന്ന് പഠിക്കാൻ വളരെ തന്മയത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ച് ഫിസിക്സും മാത്സും കുട്ടി വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ പഠിത്തത്തിൽ എന്ന് വേണം പറയാൻ. This school proves that by utilizing the talents of children and through different art forms, we can make the study of science topics